ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളെ ഒരു 2.1 ഫുൾ സിസ്റ്റം പരിചയപ്പെടുത്താനാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റിവ്യൂ ചെയ്തായിരുന്നു ഈ സൺബക്കിന്റെ 5100 എന്ന് പറയുന്ന ഒരു ആംപ്ലിഫയർ. അപ്പൊ ഇതിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീക്കറുകളും അതുപോലെ തന്നെ ഒരു സബ് വൂഫർ, പിന്നെ ഒരു മൈക്ക്, ഇത്രയുമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ കണക്ഷൻ എല്ലാം കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ പെർഫോമൻസ് ഒക്കെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണുക. പിന്നെ പ്രൈസ് എല്ലാവരും നമ്മളോട് ചോദിക്കാറുണ്ട്. പ്രൈസ് എപ്പോഴും നമ്മുടെ വീഡിയോയുടെ അടിയിലുള്ള ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാറുണ്ട്, അത് ചെക്ക് ചെയ്യുക. ആദ്യം നമുക്ക് ഈ ആംപ്ലിഫയർ ഒന്ന് പരിചയപ്പെടാം. ഇത് സൺബക്കിന്റെ 5100 എന്ന് പറയുന്ന ഒരു 2.1 ആംപ്ലിഫയർ ആണ്. ഇതിന്റെ അകത്ത് 100 വാട്ട്സിന്റെ 2 ബോക്സും അതുപോലെ തന്നെ 200 വാട്ട്സിന്റെ ഒരു സബ് വൂഫറും കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നോക്കുവാണെങ്കിൽ 3 മൈക്ക് കൊടുക്കാൻ പറ്റും. മൈക്കിന്റെ ബാസും ട്രെബിളും അതുപോലെ തന്നെ എക്കോയും ഡിലേയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ സ്റ്റീരിയോയുടെ ബാസ്, ട്രെബിള് അതുപോലെ തന്നെ സബ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഇൻപുട്ടിലേക്ക് നോക്കുവാണെങ്കിൽ മൈക്രോ SD കൊടുക്കാം, USB വരുന്നുണ്ട്, ബ്ലൂടൂത്ത് വരുന്നുണ്ട്, പിന്നെ 2 HDMI കൊടുക്കാം, അതുപോലെ തന്നെ ARC വരുന്നുണ്ട്, ഒപ്റ്റിക്കൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഇൻപുട്ട് കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെയാണ് ഈ ആംപ്ലിഫയറിന് ഇത്രയും ഒരു സെയിൽ വരാൻ തന്നെ കാരണം. പിന്നെ ഇതിന്റെ ട്രാൻസ്ഫോമറിലേക്ക് നോക്കുവാണെങ്കിൽ ടൊറോഡോ ട്രാൻസ്ഫോമർ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ് ഇതിന്റെ ബോർഡും കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് നമ്മുടെ വീഡിയോ ഫുള്ള് കാണാത്തവർക്ക് വേണ്ടിയാണ് ജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇത് ഓൺ ചെയ്യുമ്പോഴത്തേന് ഇങ്ങനെയാണ് വരുന്നത്, കണ്ടില്ലേ? ഇവിടെയായിട്ട് ഇതിന്റെ വ്യൂ മീറ്റർ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഇതിന്റെ ഇൻപുട്ടിന്റെ സെലക്ഷന്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് നമുക്ക് മൈക്കിന്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും ഇത് നമ്മുടെ മാസ്റ്റർ കൺട്രോളുമാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റുന്ന അവരുടെ ഒരു ഹൈഫൈ സ്പീക്കറാണ് ഇത് രണ്ടും. അതായത് 8 ഇഞ്ചിന്റെ 2 ബോക്സ് ആണ് നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റുന്നത്. ഇത് 8 ഇഞ്ചിന്റെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഹൈഫൈ സ്പീക്കറാണ്. ഇതിൽ വുഡിലാണ് ഇത് ഫുള്ള് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലായിട്ട് ഇതിന്റെ ഒരു മെറ്റൽ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ടൊരു ഓഡിയോക്സിന്റെ ഒരു ബാഡ്ജിങ്ങും. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 8 ഇഞ്ചിന്റെ ഓഫറാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലും താഴെയായിട്ട് 2 ട്യൂട്ടറുകൾ കൊടുത്തിട്ടുണ്ട്, 2 എയർ ഹോളും വരുന്നുണ്ട്. അങ്ങനെ പക്ക ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ് ഈ ബോക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു PA പർപ്പസിനും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹൈഫൈ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിലും ആ രീതിയിൽ തന്നെയാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലുള്ള ഗ്രില്ലും അതുപോലെ തന്നെ ഇതിൻ്റെ ബോക്സ് കാര്യങ്ങളെല്ലാം നല്ല പക്ക ഒരു ക്വാളിറ്റി ഫിനിഷിങ് തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു 125 RMS ആണ് നമുക്ക് ഒരു ബോക്സിൽ നിന്ന് തന്നെ കിട്ടുന്നത്. അങ്ങനെ 2 ബോക്സും കൂടെ കൂടി ഒരു 250 RMS ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഹൈഫൈ സ്പീക്കർ. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് കണക്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ തന്നെ അറിയാം, എല്ലാം നല്ലൊരു ക്വാളിറ്റി ഒരു PA പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൊരു കണക്ടർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്തിട്ടാണെങ്കിലും ഈ ബോക്സിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 200 വാട്ട്സിന്റെ ഒരു സബ് വൂഫറാണ്. അതായത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോക്സിലാണ് ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എയർ ഹോൾ കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിലാണ്. പിന്നെ ഫ്രണ്ടിലായിട്ടുള്ള ഒരു ഗ്രില്ലും കൂടെ ഇതിന് വരുന്നുണ്ട്. ഇനി എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് നല്ലൊരു മൈക്കും കൂടെ പരിചയപ്പെടുത്താൻ. അതുകൊണ്ട് തന്നെ ADM 311 എന്ന് പറയുന്ന അഹൂജയുടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മൈക്കാണ്. ഞാൻ കുറെ ഫംഗ്ഷനും അതുപോലെ തന്നെ ഇതിനെല്ലാം ഉപയോഗിച്ച് നല്ലൊരു റിസൾട്ട് ഉള്ള ഒരു മൈക്കാണ്. ഇതിന്റെ കണക്ടറൊക്കെ ആണെങ്കിലും കണ്ടില്ല, നല്ല സിമ്പിൾ ആയിട്ടൊക്കെ നമുക്ക് ഇത് കണക്ഷൻ കൊടുക്കാനും എല്ലാം പറ്റുന്ന നല്ലൊരു മൈക്കാണ്. അപ്പൊ ജസ്റ്റ് ഞാൻ മൈക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. Hello, check.
Hello. Hello, check. Hello. Hello, check. Hello. Hello, check. Hello. Hello, check. Hello. Hello, check. Hello. Hello, check. Feelings been calling, my enemies stalling, my people been falling, my team been mauling. Can't dodge, we use basic tools. Strategies move, we gotta move. There wasn't no option, no time on the clock, ain't no setting it back. If we gotta get profit, I'm standing on top of the glory, the room. We was just rebels, they do it was true. When they ask me how we leveled up, got us getting stuck. We just muscled up, this gang's been wrong. Gotta tighten up, gotta muscle up, or you will get strong. നമ്മൾ ചെക്ക് ചെയ്തിട്ടാണെങ്കിലും നല്ലൊരു പെർഫോമൻസ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. നമുക്കൊരു ബജറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി പർപ്പസും കൂടിയാണ് നോക്കുന്നതെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 2.1 അടിപൊളി സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഇപ്പൊ നല്ലൊരു സെയിൽ ഈ സൺബക്കിന്റെ ഇതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറെ പേര് നമ്മളോട് മെസ്സേജ് ചെയ്യാറുണ്ട് ഇതിന്റെ തന്നെ ഇക്വലൈസറിനെ പറ്റി. അടുത്ത ആഴ്ച തന്നെ വരുന്നുണ്ട്, അത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇതിന്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.